100 കോടി ക്ലബ് താണ്ടിയ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റു ഭാഷകൾക്ക് വലിയ പുത്തരിയൊന്നും അല്ലെങ്കിലും മലയാള ഭാഷാ ചിത്രങ്ങൾ അല്ലെങ്കിൽ മോളിവുഡിനെ സംബന്ധിച്ച് വിരലിലെണ്ണാവുന്ന കുറച്ച് ചിത്രങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. നമുക്കപ്പോൾ മോളിവുഡിൽ 100 കോടി ക്ലബ് താണ്ടിയ ചിത്രങ്ങൾ ഏതെന്നൊന്നും നോക്കാം. അവസാനമായി 100 കോടി ക്ലബിലെത്തിയത് ഉണ്ണിമുകുന്ദനാണ്. 2024 റിലീസായ മാർക്കോ ആണ്. ചിത്രത്തിന്റെ ടോട്ടൽ കളക്ഷൻ 106 കോടിയാണ് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം. ഇനി പറയുന്നത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായ മഞ്ഞുമേൽ ബോയ്സ് ആണ്. സൗബിൻ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ് എന്നിവർ ഒന്നിച്ചെത്തിയ ചിത്രം നേടിയത് 241 കോടി രൂപയാണ്. അടുത്തത് നസലിൻ്റെ 2024 ഇറങ്ങിയ പ്രേമലു എന്ന ചിത്രമാണ്. ഏകദേശം 136 കോടി രൂപയാണ് ടോട്ടൽ കളക്ഷൻ. ഇനി ഫഹദ് ഫാസിലിൻ്റെ 2024 റിലീസായ ആവേശം എന്ന സിനിമയാണ്. സിനിമയുടെ ടോട്ടൽ കളക്ഷൻ 155 കോടിയാണ്. അടുത്തത് 2024 പൃഥ്വിരാജ് ചിത്രം ദ ഗോഡ് ലൈഫ് ആടുജീവിതമാണ്. 158 കോടിയാണ് ചിത്രത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ. ഇനി ടോവിനോ തോമസിൻ്റെ 2 ചിത്രങ്ങളാണ്. ഒന്ന് 2024 റിലീസായ ARM എന്ന ചിത്രമാണ്. 106 കോടിയാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ. 2023 റിലീസായ 2018 എന്ന ചിത്രം ഒരു മൾട്ടി സ്റ്റാർ ചിത്രം എന്നുകൂടി ഇതിനെ പറയാം. ചിത്രം നേടിയത് 175 കോടി രൂപയാണ്. അടുത്തത് മോഹൻലാലിൻ്റെ 3 ചിത്രങ്ങളാണ്. ഒന്ന് 2016 പുറത്തിറങ്ങിയ പുലിമുരുകൻ. ചിത്രത്തിൻ്റെ കളക്ഷൻ 152 കോടിയാണ്. മലയാളത്തിലെ ആദ്യ 100 കോടി ക്ലബ് താണ്ടിയ ചിത്രം കൂടിയാണ് പുലിമുരുകൻ. 2019 പുറത്തിറങ്ങിയ ലൂസിഫർ. ചിത്രം നേടിയത് 128 കോടി രൂപയാണ്. മൂന്നാമത് ഈ അടുത്തിറങ്ങി മലയാള സിനിമയിലെ പല കളക്ഷൻ റെക്കോർഡുകളും തകർത്ത എമ്പുരാനാണ്. ചിത്രത്തിൻ്റെ ടോട്ടൽ കളക്ഷൻ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം 270 കോടിയാണ്. അപ്പോൾ ഈ സിനിമകളൊക്കെയാണ് നിലവിൽ മലയാളത്തിൽ 100 കോടി ക്ലബ് താണ്ടിയത്. അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.